الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ളതിനേക്കാൾ അള്ളാഹു കഴിഞ്ഞാൽ റസൂലിനെ തന്നെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് പ്രവാചകനെ സ്നേഹിക്കാനുള്ള, എങ്ങനെയാണ് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് അള്ളാഹുവും റസൂലും വിശദീകരിച്ചു. പ്രവാചകന്റെ ചര്യയെ പിൻപറ്റിക്കൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. പ്രവാചകൻ നിത്യജീവിതത്തിൽ ഒരു വിശ്വാസി പാലിക്കേണ്ട ക്രമങ്ങളെ സംബന്ധിച്ച്, ആരാധനകളെ സംബന്ധിച്ച്, അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്, അവന്റെ ഭൗതിക വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലിനെ സ്നേഹിക്കുന്നവൻ ആ ചര്യകളെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമായതിനാൽ എളുപ്പമുള്ള വഴി സ്വീകരിച്ചിരിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹം. അതാണ് തെരുവിലൊപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ, ബഹളങ്ങൾ. അണിഞ്ഞൊരുക്കപ്പെട്ടിരിക്കുന്നു തെരുവോരങ്ങൾ. ലക്ഷക്കണക്കിന് രൂപ അതിന് ചെലവാക്കുന്നു. പുണ്യകർമ്മങ്ങൾക്ക് ചെലവാക്കാൻ മടിയുള്ള മനുഷ്യർ പോലും അള്ളാഹു വെറുക്കുന്ന ഈ ധൂർത്തിന്, അള്ളാഹു വെറുക്കുന്ന ഈ ബിദ്അത്തിന് കാശ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു ഗൗരവമുള്ള വിഷയമാണ്. അപ്പോ പ്രവാചകനെ സ്നേഹിക്കുന്നവൻ ചെയ്യേണ്ടത് പ്രവാചകൻ പഠിപ്പിച്ചത് മനസ്സിലാക്കി പിൻപറ്റുകയാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാൻ സൂറത്ത് അഹ്സാബിൽ 21-ാമത്തെ വചനം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയമായി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിൽ ഉത്തമമായ മാതൃകയുണ്ട്. നബി അല്ല പറയുന്നത്, അള്ളാഹുവാണ്. ആയത്താണ് നിങ്ങൾ കേട്ടത്. സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ ആയത്ത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃക നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിലുണ്ട്. ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്കിട്ടാ. തമ്മാടികളായി ജീവിക്കുന്നവർക്കല്ല, തോന്നിവാസികളായി പ്രകടനങ്ങൾ നടത്തുന്നവർക്കല്ല, റബ്ബിനെ പ്രതീക്ഷിക്കുന്നവർക്ക്. വൽ യൗമിൽ ആഖിറ,
നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും, പരലോകത്ത് ഞാൻ പോകേണ്ടി വരുമെന്ന് ഭയപ്പെടുന്ന എല്ലാ സത്യവിശ്വാസികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ അത്യധികമായി ഓർക്കുന്നവർക്കും അള്ളാഹിന്റെ റസൂലിൽ, റബ്ബിനെ ഓർമ്മിക്കുന്നവർക്കും അള്ളാഹിന്റെ റസൂലിൽ മാതൃകയുണ്ട്. എന്തിലൊക്കെ മാതൃക? എല്ലാറ്റിലും, ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. ഇന്ന് നമ്മൾ പലതരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. സമ്പന്നനായാലും പാവപ്പെട്ടവനായാലും, വലിയ സമ്പത്തുണ്ടായാലും അധികാരമുണ്ടായാലും അതൊന്നുമില്ലെങ്കിലും എല്ലാവർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക എന്താണ് പ്രശ്നങ്ങളിൽ? ഇൻഷാ അല്ലാഹ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്, നബിയുടെ പല മാതൃകകൾ നിങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ പറയുന്ന കാര്യം പുതുമയുള്ളതല്ലെങ്കിലും അതിലെ മാതൃക മനസ്സിലാക്കിയ ആളുകൾ കുറവാണ്. എന്താണ് ഒരു പ്രശ്നത്തിൽ റസൂലുള്ള സ്വീകരിക്കുന്ന രീതിശാസ്ത്രം? അല്ലാഹു തന്നെ നബിയോട് കൽപ്പിച്ചല്ലോ, ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി, പ്രഖ്യാപിക്കുക നബിയെ, പരമകാരുണ്യകനായ അല്ലാഹുവിലാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്. വഅലൈഹി തവക്കൽനാ, അതുകൊണ്ട് അല്ലാഹുവിൽ തന്നെ ഞങ്ങൾ തവക്കുലാക്കുന്നു. ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, വഴിയെ നിങ്ങൾക്കറിയാം ആരാണ് വഴി പിഴച്ച മാർഗത്തിൽ ചെന്നുപെട്ടത് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നതിനാൽ ആ റബ്ബിനെ തന്നെ ഞാൻ തവക്കുലാക്കുകയാണ് ചെയ്യുന്നത്. ഈ മാതൃകയിലാണ് ഇന്നത്തെ ഉമ്മത്ത് വളരെ അകലത്തിലേക്ക് പോയത്. നമ്മളടക്കം. നാട്ടുകാരെ കാര്യം പറയാനില്ല, ഖുർആനും സുന്നത്തും പിൻപറ്റുന്നു എന്ന് പറയുന്ന ആളുകളിൽ പോലും സ്വന്തം കഴിവിനെ കുറിച്ചാണ് അവർ അഭിമാനിക്കുന്നത്. എനിക്ക് അറിവുണ്ട്, കഴിവുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്, അതുകൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എനിക്ക് കഴിയും, അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റുള്ളവരിലൂടെ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് കഴിയും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാനുള്ള ഒരു പ്രാർത്ഥന ശ്രദ്ധിക്കൂ, അപ്പൊ നമുക്ക് വിഷയം മനസ്സിലാവും. റസൂൽ പറഞ്ഞ പ്രാർത്ഥന, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലാ തകൽനി ഇലാ നഫ്സി തർഫത ഐൻ, റബ്ബേ എന്നിലേക്ക് കണ്ണ് ചിമ്പുന്ന നിമിഷത്തേക്ക് പോലും എന്നിലേക്ക് ഏൽപ്പിക്കല്ല റബ്ബേ, നീ തന്നെ ഏറ്റെടുക്കണേ. എന്തടി പറഞ്ഞത്? ശരിക്കും പഠിച്ചോട്ടാ. നമുക്കൊന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമുക്കില്ലാതെ പോയ ഒരു മാതൃകയെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. എന്തെന്ന് റസൂൽ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്തമനായ ശ്രേഷ്ഠനായ, അള്ളാഹുവിനോട് മുഖറബായ, റബ്ബിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന, നാഥാ ഒരു നിമിഷം നേരം എന്റെ കാര്യം എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ. റബ്ബേ നീ തന്നെ എന്റെ എല്ലാ പ്രശ്നങ്ങളും നന്നാക്കി തരണമേ. ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ഇലാഹില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് നിന്നോടാണ്. നിനക്കാണ് എന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക. ആര്? മനുഷ്യന്മാരെ എവിടക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രശ്ന പരിഹാരത്തിന്? ഏത് ശൈഖിന്റെ അടുത്തേക്കാ? ഏത് ഔലിയുടെ അടുത്തേക്കാ? ഏത് തങ്ങളുടെ അടുത്തേക്കാ? ഇതിനേക്കാൾ വലിയൊരു തങ്ങൾ ഇനി എവിടെ നിന്ന് വരാനുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ ഒരു തങ്ങൾ എവിടെയുണ്ട്? ആ തങ്ങള് പ്രാർത്ഥിക്കുന്നു റബ്ബിനോട്, എന്നെ ഏൽപ്പിക്കൽ റബ്ബേ, എന്റെ കാര്യം നീ തന്നെ ഏറ്റെടുക്കണേ. കണ്ണ് ചിമ്മുന്ന നേരത്തേക്ക്, മിഴി പൂട്ടി തുറക്കുന്ന സമയത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല റബ്ബേ, നീ തന്നെ ശരിയാക്കി തരണമേ. ഈ പ്രാർത്ഥന സഹാബത്തിന് പഠിപ്പിച്ചു. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതാ. മിക്ക പ്രാർത്ഥനാ ബുക്കുകളിൽ നിങ്ങളുടെ കയ്യിലുള്ളത്, ചിലര് ബുക്കുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല. ചെറിയ പ്രാർത്ഥനയാണ്, വളരെ ഗൗരവപ്പെട്ടതാ. അല്ലാഹുമ്മ റഹ്മതക അർജു,
റബ്ബേ, നിന്റെ കാരുണ്യം ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. ഫലാ തകൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഒരു നിമിഷ നേരത്തേക്ക് പോലും എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ, നീ തന്നെ ഏറ്റെടുക്കണേ. വ അസ്ലിഹി ലി ശഅനി കുല്ലഹ്. എന്റെ മുഴുവൻ ദുനിയാവില്ല ആഖിറത്തിന്റെ ആയാലും ദീനിന്റെ ആയാലും എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണമേ. എന്താണ് ഈ പ്രാർത്ഥനയുടെ പ്രസക്തി? നമുക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ചെയ്യണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് മറന്നു ജീവിച്ച ഒരാളല്ല. മനുഷ്യന് റബ്ബ് നൽകിയ ദുനിയാവിലെ കഴിവുകളെ പ്രയോജനപ്പെടുത്തി പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന് അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെന്താ പ്രശ്നം? യാചിച്ചു വന്ന പള്ളിയിലെ യാചിച്ചു വന്ന ഒരാളോട് എന്താ റസൂൽ പറഞ്ഞത്? ഒരു മഴു വാങ്ങിക്കൊടുത്തു. നീ ആൾക്കാരോട് കൈ നീട്ടണ്ട, വിറക് വെട്ടിയിട്ടാലും വിറക് വെട്ടി വിറ്റിട്ടാലും അതാണ് നിനക്ക് നിന്റെ കുടുംബത്തിന് ഉത്തമം. അധ്വാനിച്ചിട്ട് കഴിയുന്നൊരു കാര്യമാണ്. അങ്ങനെ അറിയുന്ന റസൂൽ റബ്ബിനെ ഏൽപ്പിക്കാനുള്ള കാരണമാണ് നമ്മൾ അറിയേണ്ടത്. എന്താ? നമ്മുടെ കഴിവിന് പരിധിയുണ്ട്, അറിവിന് പരിമിതിയുണ്ട്, ബുദ്ധിക്കും യുക്തിക്കും പരിമിതിയുണ്ട്. നമ്മൾ തന്നെ പരിഹരിച്ചാൽ ആ പരിഹാരം പൂർണ്ണമാവണമെന്നില്ല. പരിപൂർണമായും പരിഹരിക്കാൻ കഴിയുന്നവൻ ഒരു പരിധിയില്ലാതെ എല്ലാറ്റിനും കഴിയുന്ന, എല്ലാം അറിയുന്ന ശക്തനായ റബ്ബിന് ഒരു പരിമിതിയുമില്ല. ആ റബ്ബാണ് പരിഹരിക്കുന്നതെങ്കിൽ പേടിക്കാനില്ല. എളുപ്പം മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈ ആശയം നമ്മൾ ജീവിതത്തിലെ ഒരു സ്ഥിരം മന്ത്രമായി സ്വീകരിക്കണം. ഒരു മൂമിന്റെ ജീവിതത്തിൽ പല വിഷയത്തിൽ ഇടപെടുമ്പോൾ എൻ്റെ സമീപനം എന്തായിരിക്കണമെന്ന് കൃത്യമായൊരു പാഠം അല്ലാഹുവിന്റെ റസൂൽ നൽകുന്നുണ്ട്. എനിക്കൊക്കെ എൻ്റെ ആൾക്കാർക്ക്, എൻ്റെ പാർട്ടിക്കാർക്ക്, എൻ്റെ ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും പരിഹരിക്കാൻ പറ്റുമെന്നല്ലേ നമ്മുടെ രീതി. രോഗം വന്നാൽ എന്ത് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ചികിത്സിക്കണം. തർക്കില്ല. നല്ല ഡോക്ടറെ കാണാം, ചികിത്സ തേടുക, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന്. അവിടെ ശിഫ ആവോ? അന്തശാഫി റബ്ബേ, നീയാണ് ശിഫ നൽകുന്നവൻ. അപ്പിതോ ഡോക്ടറോ ചികിത്സയോ മരുന്നോ അത് ഷാഫി അല്ല, ശിഫയിലേക്കുള്ള വടിയാണ്. ഷാഫി അല്ലാഹുവാണ്. മനസ്സിലാവുണ്ടോ? ഡോക്ടർ എഴുതിയ മരുന്ന് കഴിച്ചിട്ട് വേറെ രോഗം വന്ന രോഗികളുണ്ട്. ഡോക്ടർ രോഗിയെ പരിശോധിച്ചിട്ട് തെറ്റായ നിഗമനത്തിലെത്തി ആവശ്യമില്ലാത്ത ഇഞ്ചക്ഷൻ കൊടുത്ത് അപകടത്തിൽപ്പെട്ട രോഗികളുണ്ട്. അവിടെയാണ് അപ്പോൾ റബ്ബിനോട് ആ തേട്ടം. റബ്ബേ, നീ തന്നെ എൻ്റെ രോഗം സുഖപ്പെടുത്തണേ. ഡോക്ടറെ കാണണ്ടാവുന്നാണോ, വൈദ്യനെ കാണണ്ടാവുന്നാണോ പറഞ്ഞ? അല്ല, കാണണം, ചികിത്സ തേടണം. വൈദ്യരുടെ, ഡോക്ടറുടെ ചികിത്സയിലൂടെ ഒരു പക്ഷേ ഈ രോഗം മാറിയാലും അതിനു വേണ്ടി കഴിച്ച മരുന്ന് വേറെ രോഗം ഉണ്ടാക്കും. അത് നമ്മ വായിക്കില്ലേ സ്ഥിരം? ഇന്ന മരുന്ന് സ്ഥിരമായി കഴിച്ചുകൊണ്ടാണ് ഇന്ന പ്രശ്നം ഉണ്ടായത് നമുക്ക് കേൾക്കല്ലേ? ലാ യുഗാദിറു സഖമാ. റബ്ബോ ഒരു രോഗവും അവശേഷിപ്പിക്കാതെ പരിപൂർണ ശിഫ നൽകുന്നവൻ. അപ്പൊ നമ്മൾ ഡോക്ടറെ കണ്ടാലും റബ്ബിലേക്കുള്ള തേട്ടം, റബ്ബിലേക്കുള്ള തവക്കുൽ ഉപേക്ഷിക്കാൻ പാടില്ല. അതാണ് ആ വ്യത്യാസം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. വളരെ പാവപ്പെട്ട ദരിദ്രനായ ഒരാളാണ്. നമ്മുടെ യുക്തിയും ബുദ്ധിയും എവിടെ നിൽക്കുന്നു എന്ന് ഇതിൽ നിന്ന് പരിശോധിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കാൻ എനിക്ക് നല്ല യുക്തിയും ബുദ്ധിയും ഉണ്ടെന്നല്ലേ? നമുക്കൊന്ന് പരിശോധിക്കാം. ആ ജാബിർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മ്ലാനമായത് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ. മുഖം മ്ലാനമായിരിക്കുന്നു. റസൂലുള്ള സഹാബികളെ ശ്രദ്ധിക്കും. ആർക്കെങ്കിലും ഒരു മുഖത്ത് പ്രയാസം ഉണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടെത്തും, സാധ്യമായ വിധത്തിൽ അത് പരിഹരിക്കും. ജാബിർ റളിയല്ലാഹുവിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു, എന്തോ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തെ അലട്ടുന്ന പോലെ. റസൂൽ ചോദിച്ചു, ജാബിറെ എന്തു പറ്റി, എന്താണ് പ്രയാസം? ജാബിർ റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ വാപ്പ ഉഹുദിൽ ഷഹീദായത് താങ്കൾക്കറിയാം.
ജാബിറിന്റെ പ്രശ്നം എന്താണെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ വാപ്പ ഉഹുദിൽ ഷഹീദായത് താങ്കൾക്കറിയാം. പക്ഷേ വാപ്പ വലിയൊരു കുടുംബത്തെയാണ് എന്നെ ഏൽപ്പിച്ചു പോയത്. കുറെ പെങ്ങന്മാരും വലിയ അംഗസംഖ്യയുള്ള ഒരു കുടുംബമാണ് എന്റെ വാപ്പ എന്നെ ഏൽപ്പിച്ചു പോയത്, ഷഹീദായത്. ഞാനാണെങ്കിൽ ഒരു നിസ്വനാണ്, ദരിദ്രനാണ്. എനിക്ക് സാധ്യമാകുന്നില്ല റസൂലേ, എന്റെ വലിയ ഭാരമേറി കുടുംബത്തെ പുലർത്താൻ എനിക്ക് സാധിക്കുന്നില്ല റസൂലേ. പറഞ്ഞ എനിക്ക് മനസ്സിലായി ജാബിറിന്റെ പ്രശ്നം, കേട്ട നിങ്ങൾക്ക് മനസ്സിലായി, റസൂലിനും മനസ്സിലാവും. എന്താ പരിഹാരം? അവിടെയാണ് നമ്മുടെ ധാരണയും റസൂലുള്ള പഠിപ്പിക്കുന്ന മാതൃകയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. ഇതിനൊരൊറ്റ പരിഹാരമല്ല നമ്മളെ ബുദ്ധിയിൽ വരുന്നുള്ളൂ. ഒന്നിലെ റസൂൽ എന്നെ സഹായിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സമ്പന്നരായ സഹാബികളോട് പറഞ്ഞിട്ട് ജാബിറിന്റെ പ്രശ്നം പലപ്പോഴും ജാബിർ റസൂൽ സഹായിച്ചിട്ടുള്ളതാണ്. പണക്കാരായ സഹാബിമാരോട് പറയാം, വലിയ പ്രശ്നമാണ് ജാബിറിന്, നിങ്ങളെല്ലാവരും കൂടി സഹായിച്ചു. അതല്ലേ പരിഹാരം? എനിക്ക് തോന്നുന്നത് അതല്ല, നിങ്ങൾക്കും തോന്നുന്നു. റസൂൽ അതല്ല തോന്നേണ്ടത്. അങ്ങനല്ല ചെയ്തത്. നോക്കൂ നിങ്ങൾ, ജാബിറിനെ വിളിച്ചിട്ട് പറയാണ്, നിന്റെ പ്രയാസങ്ങൾ തീരാൻ ഒരു പ്രാർത്ഥന നിനക്ക് പഠിപ്പിച്ചു തരാം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമത്തിക നാസ്യതി ബിയദിക മാലിൻ ബിയ ഹുക്മുക അദിലും ബിയ ഖലാഉക. പ്രാർത്ഥന പഠിപ്പിക്കുക. ഇന്നത്തെ നമ്മുടെ യുക്തി കൂടിയവരല്ലേ നമ്മള്. എന്ത് പിരാന്താണ് പ്രാർത്ഥന. ഇപ്പൊ അവിടെ ജാബിറിന് അത്യാവശ്യമുള്ളത്. വിശക്കണവനോട് അള്ളയും മതവും പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് നമ്മൾ തന്നെ ചോദിച്ചു കിടന്നില്ലേ കുറെ കാലം. വിശക്കുന്ന മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് നീയും പറയണോ? അവൻക്ക് കിറ്റല്ലേ വേണ്ടത്, അവൻക്ക് അരിയുടെ കിറ്റല്ലേ വേണ്ടത് എന്ന് വാശി പിടിച്ചവരില്ലേ നമ്മിൽ പലരും. റസൂലുള്ള ജാബിർ റളിയല്ലാഹുവിന്റെ പ്രശ്നം പരിഹരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ ദാസനാണ്. വലിയ പൊങ്ങച്ചൊന്നും കാണിക്കേണ്ട, നീ താന്നു കൊടുക്ക്, റബ്ബിന്റെ മുമ്പിൽ താന്നു കൊടുക്ക്. റബ്ബേ ഞാൻ നിന്റെ ദാസനാണ്. ഇബ്നു അബ്ദിക, നിന്റെ ദാസന്റെ മോനാണ്. എന്റെ വാപ്പയും വെല്ലിപ്പൊക്കെ നിന്റെ ദാസന്മാരാണ്. ചിലരുണ്ട്, ഞാനിങ്ങനെയാണെങ്കിൽ എന്റെ ഉപ്പ വെല്ലിപ്പൊക്കണ്ടല്ലോ, ഗൗരവപ്പെട്ട ആൾക്കാരായിരുന്നു എന്നൊക്കെ അഭിമാനം പറയും, കൈ നീട്ടുകയും ചെയ്യും. എന്റെ വെല്ലിപ്പൊക്കായിരുന്നല്ലോ, അവിടെ ആ മൂന്നൂടിയ തൊട്ട് ഇവിടം വരെയുള്ള മുഴുവൻ സ്ഥലം എന്റെ വെല്ലിപ്പാടല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാശ് കിട്ടും വേണം. ഇവിടെ പറയുന്നു ഇബ്നു അബ്ദിക, നിന്റെ ദാസന്റെ മോനാണ്. ഇബ്നു അമത്തിക, എന്റെ ഉമ്മ നിന്റെ ദാസിയാണ് റബ്ബേ. ചിലര് ഉമ്മാടെ വഴിക്കാൻ പറയാം, എന്റെ ഉമ്മാടെ ഉപ്പുണ്ടല്ലോ അങ്ങനെ ആയിരുന്നു, കൊമ്പനായിരുന്നു എന്നൊക്കെ കേട്ടില്ലേ. വേണ്ട, നീ ഒന്നങ്ങോട്ട് താഴെ, റബ്ബിന്റെ മുമ്പിൽ താഴെ. നാസിയത്തി ബിയദിക റബ്ബേ, എന്റെ മൂർധാവ് നിന്റെ കയ്യിലുമാണ്. നീ നിശ്ചയിക്കുന്ന പോലെയല്ലാതെ എനിക്കൊന്നും സാധ്യമാവില്ല. മാലൻ ബിയ ഹുക്മുക, നിന്റെ തീരുമാനം സംഭവിച്ചത് തന്നെയാണ് എന്നിൽ. നീ എന്താണോ തീരുമാനിച്ചത് അത് മാത്രം നടക്കുന്നതാണ്. അതിലും ബിയ ഖലാഉക, നിന്റെ തീരുമാനങ്ങൾ നീതി മാത്രമായിരിക്കും. എനിക്ക് തൽക്കാലം ദുനിയാവിൽ പ്രയാസം തോന്നിയാലും പ്രയാസം തോന്നിയില്ലെങ്കിലും നിന്റെ തീരുമാനം നീതി മാത്രമാണ് റബ്ബേ. എന്നിട്ട് എന്താ പറയുന്നത്? അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, റബ്ബേ നിനക്കുള്ള മുഴുവൻ നാമങ്ങളെ കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക, റബ്ബേ നീ തന്നെ നിനക്ക് നാമകരണം ചെയ്ത പേരുകളെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ വേദഗ്രന്ഥത്തിൽ നീ നിനക്ക് ഇറക്കി തന്ന നിന്റെ നാമങ്ങളെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഔ അല്ലംതഹു മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ നീ പഠിപ്പിച്ച, ഏത് സൃഷ്ടിക്കെങ്കിലും പഠിപ്പിക്കുന്ന നിന്റെ നാമങ്ങളില്ലേ, ആ നാമങ്ങളെല്ലാം കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലെങ്കിൽ ആർക്കും പറഞ്ഞു കൊടുക്കാതെ നിന്റെ അദൃശ്യമായ ഇൽമിൽ നീ സൂക്ഷിച്ചിട്ടുള്ള നാമങ്ങളില്ലേ, ആ നാമങ്ങളെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. എന്തൊക്കെ? നിന്റെ മുഴുവൻ നാമങ്ങളെ കൊണ്ട്, റഹ്മാനാണ് റഹീമാണ് അതൊക്കെ നമുക്ക് അറിയിച്ചെന്നതാണ്. ആ നാമങ്ങളെ കൊണ്ട് റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. അത്
നീ നിന്റെ കിതാബിൽ ഇറക്കിയതാണ്, നിന്റെ ദാസന്മാരിൽ നബിമാർക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ചിലതൊക്കെ ഇന്നും നീ സൂക്ഷിച്ചിട്ടുണ്ട് ഇൽമുൽ ഗൈബിൽ, ആർക്കും പഠിപ്പിക്കാതെ. ആ നാമങ്ങൾ മുഴുവനെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, റബ്ബേ നിന്റെ ഖുർആൻ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി മാറ്റണമേ. അവിടെ എത്തുമ്പോ നമ്മ തെറ്റു. ഖുർആൻ വസന്തമാണ് നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ടല്ല പഠിക്കാത്ത നമ്മള്. 1000 കത്തം തീർത്താ ഖുർആൻ വസന്താവോ? ഇല്ലല്ലോ, ഹൃദയത്തിൽ കയറും. വായിച്ചു പോവാം. എന്താണ് എന്റെ റബ്ബനോട് പറഞ്ഞതെന്ന് അറിഞ്ഞുകൊണ്ട് അത് പിൻപറ്റാനുള്ള അതല്ലേ വസന്തമാവുക. റബ്ബേ ഖുർആനിനെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ. വനൂറ സ്വദിരി, എന്റെ നെഞ്ചകത്തിന്റെ പ്രകാശമാക്കണമേ. വജലാഅ ഹുസ്നി, എന്റെ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നതാക്കണമേ റബ്ബേ. വദഹാബ ഹമ്മി, എന്റെ മനക്ലേശത്തെ ഇല്ലാതാക്കുന്നതാകണമേ. ഇത് ജാബിറെ, ഇത് പ്രാർത്ഥിച്ചാൽ മതി. ഇന്നത്തെ നമ്മുടെ യുക്തിയിൽ പൊട്ടത്തരം എന്നാ പറയാ. നഊദുബില്ല, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. വല്ലവരെ കൊണ്ടൊക്കെ സഹായിച്ച് ശരിയാക്കല്ലേ. എന്താ വ്യത്യാസം? അള്ളാഹു ഇടപെട്ടാൽ അത് പരിപൂർണം. നമ്മ വന ഇടപെടിക്കൂല. നമുക്കുള്ള വ്യത്യാസം റബ്ബൊന്നും ഇത് നോക്കണ്ട. നമ്മളെ പ്രശ്നം വന്നാൽ നമ്മ കുടുംബകാര്യങ്ങൾ ആലോചിക്കുമ്പോ അള്ളാഹിനെ റസൂലൊക്കെ ആദ്യം അങ്ങോട്ട് മാറ്റി നിർത്തും. മോൻ പറയും ഇങ്ങനെ പറ്റില്ല, അപ്പൊ മറ്റേ കല്യാണത്തിന് ഇങ്ങനൊക്കെ ഉണ്ടായില്ലേ, അപ്പൊ ഇങ്ങനെ വേണം മോനെ. അള്ളപ്പ വേണ്ട. നമ്മുടെ കല്യാണത്തിൽ അള്ളാഹുടെ റസൂലിന്റെ വിഷയമൊന്നും വേണ്ട. നമ്മ തീരുമാനിക്കണം. മോള് പറയണ എന്റെ കൂട്ടുകാരികളെ കല്യാണത്തിന് ഇങ്ങനൊക്കെ ഉണ്ടായി, തലീസ് ഇങ്ങനെ ആയിരുന്നു, അതിന്റെ തലീസ് ഇങ്ങനെ ആയിരുന്നു, പിന്നെ നമുക്ക് ആകെ മഞ്ഞപ്പ് ഉണ്ടാക്കണം മോള്. അപ്പൊ അള്ളേ റസൂൽ നമ്മുടെ കല്യാണമല്ല, അള്ളാടെ കല്യാണമല്ലല്ല, റസൂലിന്റെ കല്യാണമല്ലല്ല. ഇതാണ് ഇന്ന് നമ്മൾ അപകടം സഹോദരങ്ങളെ, നാശം ഈ സമുദായത്തിന്. അതാണ് ഈ നബിദിനത്തിന്റെ അന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ ബൾബുകളാൽ അലങ്കരിച്ചിട്ട് നാശം, വമ്പിച്ച നാശം. അള്ളാന്റെ ശാപകോപങ്ങൾ ഇറങ്ങുമെന്ന് ഭയപ്പെടണം. ജീവൻ കൊടുത്ത സഹാബത്തിന് അറിയില്ലല്ലോ ഇങ്ങനെ ഒരു ആഘോഷം. അന്ന് കരഞ്ഞതല്ലേ, മദീന മുഴുവൻ കരഞ്ഞ ദിവസമല്ലേ റബീഉൽ അവ്വൽ 12. പ്രവാചകന്റെ വഫാത്ത് കൊണ്ട് കരഞ്ഞ ദിവസമല്ലേ. നമ്മുടെ ഉമ്മ ആയിഷ പറയുന്നില്ലേ, പ്രിയപ്പെട്ടവരെ, എന്റെ നെഞ്ചിൽ ചാരിയ റസൂൽ കൈ ആകാശത്തേക്ക് ഉയർത്തി. എന്റെ വാപ്പ അടുത്തില്ല, പുറത്തു പോയതാ. നബിക്ക് അന്നൊരു സൗഖ്യം തോന്നി. റബീഉൽ അവ്വൽ 12 സുബഹിക്ക്. അപ്പൊ കുറേ ദിവസമായിട്ട് പുറത്തു കണ്ട് റസൂലിന്റെ അടുത്ത് നിൽക്കുന്ന ഇന്നൊരു സൗഖ്യം കണ്ടപ്പോ ഒന്ന് അത്യാവശ്യത്തിന് പുറത്തു പോയതാ. എന്റെ വാപ്പ അടുത്തില്ല. റസൂലിന്റെ കൈ താഴോട്ട് വീണു. റസൂലിന്റെ ശിരസിന് എന്റെ നെഞ്ചിൽ ഭാരം കൂടി. എനിക്ക് ബോധ്യമായി അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു എന്ന്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ റസൂലിനെ കിടത്തി പുറത്തേക്ക് ഇറങ്ങി ഉറക്കെ വിളിച്ചു പറഞ്ഞു, പള്ളി നിറച്ച് സഹാബത്തുണ്ട്, നിങ്ങൾ കാത്തിരിക്കുന്ന റസൂൽ മരിച്ചു പോയിരിക്കുന്നു എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ പള്ളിയിൽ കൂടിയ സഹാബത്തിന്റെ രോദനം കൊണ്ട് പള്ളി തകരുമോ എന്ന് തോന്നി. ആ ദിവസം ഈ ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ സഹാബത്ത് കരഞ്ഞ ദിവസം ഈ ജാഥയും അരങ്ങും പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, റബ്ബിനെ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിത വിജയം നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. الحمد لله اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹിനെയും റസൂലിനെയും അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് റസൂലിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു.
വിഷയത്തിൽ ഇതേ സമീപനമാണ്. നമുക്ക് തീരെ നഷ്ടപ്പെട്ടു പോയ ഈ സമീപനം. അള്ളാഹ് ഇടപെടട്ടെ എന്നാണ്. അള്ളാഹ് ഇടപെട്ടാലാ. ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമാക്ക് നാട്ടുകാരിട്ട പേരറിയോ നിങ്ങൾക്ക്? ഉമ്മു അബീഹാം. ഉമ്മു അബീഹാം, വാപ്പാടുമ്മ, റസൂലിന്റെ ഉമ്മ, റസൂലിന്റെ മോളെ. എന്താ പേര് അങ്ങനെ വന്നത്? റസൂലിന്റെ മോൾക്ക് പേര് ഉമ്മു അബീഹാം, സ്വന്തം വാപ്പാട് ഉമ്മാം. ഖദീജത്ത് റളിയല്ലാഹു അൻഹ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി അങ്ങേയറ്റം പ്രയാസത്തിലായി. അത് മനസ്സിലാക്കിയ ഫാത്തിമ റസൂലിനെ വിട്ടുപിരിയാതെ തൻ്റെ ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയൊക്കെയാണോ റസൂലിനെ പരിചരിച്ചിരുന്നത് അതുപോലെ റസൂലിനെ പരിചരിച്ചു ആ മകൾ ഫാത്തിമ. ബാക്കിയുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയതല്ലേ? കല്യാണം കഴിയാതുള്ളത് ഫാത്തിമ മാത്രമല്ലേ? അതുകൊണ്ടല്ലേ റസൂൽ എൻ്റെ കരളിൻ്റെ കഷ്ണം, എൻ്റെ കരളിൻ്റെ കഷ്ണം എന്ന് ഫാത്തിമ പറയും. ആ ഫാത്തിമ റസൂലുള്ളാഹിൽ വരികയാണ്. അലിയുടെ നിർബന്ധത്തിന് വഴങ്ങി, ഭർത്താവ് അലിയുടെ നിർബന്ധത്തിന് വഴങ്ങി റസൂലുള്ളാഹി വന്ന് കൈ കാണിച്ചു. കൈ ഗോതമ്പരച്ചിട്ടേ, ആസുകല്ലിൽ ഗോതമ്പരച്ചിട്ടേ, ജൂതന്റെ പറമ്പിൽ പണിയെടുത്ത് കൂലി കിട്ടിയ ഗോതമ്പുമായി വന്നിട്ട് അത് ആസുകല്ലിൽ അരക്കാണ്. ആര് ആര് പൊന്നാര റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ. മാപ്പിളപ്പാട്ട് പറഞ്ഞവർക്കൊക്കെ വല്ല പ്രശ്നമുണ്ടാ? ഫാത്തിമ വീന്നൊക്കെ പറഞ്ഞിട്ട് ഗോതമ്പ് അരച്ചിട്ടേ കൈ തഴമ്പ് വന്ന് പൊട്ടി വേദനിച്ച് സാധിക്കുന്നില്ല. അലി പറഞ്ഞു, കുറച്ച് അടിമകളുണ്ട് നിന്റെ വാപ്പാടെ അടുത്ത്. നിന്റെ പ്രയാസം പറഞ്ഞാൽ വാപ്പ ഒരു അടിമനെ നമുക്ക് തരും. നിനക്കിനി പണിയെടുക്കാൻ പറ്റില്ല, കൈ ആ ഒരു അടിമ വന്നാൽ നമുക്ക് അയാളെ കൊണ്ട് എടുപ്പിക്കാലോ, നീ ചെല്ല്. ഫാത്തിമാക്ക് പോകാൻ ഇഷ്ടമുണ്ടായില്ല, അലി നിർബന്ധിച്ചു. അങ്ങനെ പോയി വിവരം പറഞ്ഞു, കൈ കാണും. എന്തായിരിക്കും റസൂലിന്റെ അവസ്ഥ? ഈ മോളെ കൈ ഇങ്ങനെ കണ്ടാൽ റസൂല് മോളെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. മോൾക്ക് മാത്രമായിട്ട് ഒരു അടിമയെ തരാൻ വാപ്പാക്ക് പറ്റില്ല. മദീനയിലുള്ള എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ ഒരെണ്ണം നിനക്ക് തരാം, നിനക്ക് മാത്രമായിട്ട് എൻ്റെ സ്വന്തം മോൾക്ക് മാത്രം കൊടുക്കുക എന്നുള്ള നീതിക്ക് പറ്റൂല. അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു കാര്യം വാപ്പ പറഞ്ഞേട്ടെ. നിനക്കൊരു അടിമയുണ്ടാകും, പണിയെടുക്കാൻ ഒരാൾ ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചപ്പെട്ടൊരു കാര്യം നീ കിടക്കുന്നതിന് മുമ്പ് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാ മതി. ബുദ്ധിയുള്ള നമുക്ക് തോന്നുന്ന പൊട്ടത്തരന്നല്ലേ? പ്രശ്നം പരിഹരിക്കുമോ ഇതൊക്കെ ചൊല്ലിയാൽ? അല്ലാഹുവിൽ നിന്ന് വഹി കിട്ടുന്ന റസൂൽ പറഞ്ഞു കൊടുക്കുക. ജോലിക്കാര് പ്രശ്നമായ എത്ര കുടുംബമുണ്ട് സഹോദരങ്ങളെ. അപ്പൊ മനസ്സിലാവും നമുക്ക്. ഒരു പണിക്കാരനെ കിട്ടി നോക്ക്, അത് വലിയ പൊല്ലാപ്പാവും. ഇല്ലാത്തേക്കാൾ പൊല്ലാപ്പാവുന്ന എത്ര പണിക്കാരുണ്ട്, ജോലിക്കാരുണ്ട്. വീട്ടിൽ കളവ് നടത്തുന്ന എത്ര ആൾക്കാരുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ടതൊന്ന് പഠിപ്പിച്ചരാന്നാ പറഞ്ഞത്. നിനക്കൊരു ജോലിക്കാരൻ ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചപ്പെട്ടത് 33 തവണ ഉറങ്ങുന്നതിന് മുമ്പ് അള്ളാഹു നിന്റെ പ്രയാസങ്ങൾ നീക്കി തരുന്ന സ്നേഹമില്ലായിട്ട അള്ളാഹനെ ഇടപെടിക്കാണ്. തസ്ബീഹ് കൊണ്ട്, ഹംദ് കൊണ്ട്, തക്ബീർ കൊണ്ട് നമ്മുടെ പ്രശ്നത്തിൽ റബ്ബിനെ ഇടപെടിക്കുകയാണ്. എല്ലാം പ്രശ്നം പരിഹരിക്കും. വൈകാതെ റസൂലുള്ള മകളുടെ വീട്ടിലേക്കൊന്നു, അലിയുടെ വീട്ടിലേക്ക് ചെന്നു. എനിക്ക് സങ്കടണ്ടേ, കൈ കണ്ടിട്ടേ. ഒരു പുതപ്പ് കൊണ്ട് അടുത്തേക്ക് വിളിച്ചു അലീനെയും ഫാത്തിമാനെ, ഹസനെ, ഹുസൈനെ. എന്നിട്ട് നബി അതിൻ്റെ ഉള്ളിൽ ഒരു പതിപ്പ് കൊണ്ട് ഇങ്ങനെ, വാപ്പാക്ക് ദുനിയാവിൽ അധികം ഒന്നും ചെയ്തു തരാൻ മോളെ പറ്റിയില്ല, സ്വർഗത്തിൽ ഇങ്ങനെ എന്നും കഴിഞ്ഞുകൂടാൻ പറ്റുന്ന അത് മതിയാവോന്ന അടുത്ത ചോദ്യം. ഒരു പുതപ്പിന്റെ ഉള്ളിൽ വാപ്പയും മകളും അലിയും അവരെ പേരമക്കളും നാളെ സ്വർഗത്തിൽ ഈ പുതപ്പിന്റെ ഉള്ളിൽ ഒന്നിച്ചു കഴിയുന്ന പോലെ എന്നെന്നും സ്വർഗത്തിൽ കഴിയാൻ നിനക്ക് സാധ്യമായാൽ അതുകൊണ്ട് തൃപ്തിപ്പെടുമ്പോ മോളെ അലിയും ഫാത്തിമയും പറഞ്ഞു, അത് മതി, അത് മതി ഞങ്ങൾക്ക്.
റബ്ബിന്റെ ഇടപെടൽ അത് നമ്മൾ ചിന്തിക്കുന്നിടത്തല്ല. റബ്ബിനെ മാറ്റി നിർത്തിക്കൊണ്ട്, പ്രവാചകനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വിഷയം ആലോചിക്കാൻ പാടില്ല. ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റൊക്കെ ചെയ്യാം. അത് തന്നെയാണ്. ഇതേപോലെ ഒരു ദിവസം വയ്യ, ഫാത്തിമക്ക് സുഖമില്ല എന്ന് കേട്ടു. റസൂലുള്ള പോയി, മോൾക്ക് സുഖമില്ല, കാണാൻ ചെന്നു. അടുത്തിരുന്ന് തലോടി ആശ്വസിപ്പിച്ചു. ഫാത്തിമ പറഞ്ഞു, പാപ്പ എനിക്ക് അങ്ങനത്തെ പ്രയാസമുള്ള അസുഖമൊന്നുമില്ല, വീട്ടിലെ ഞെരുക്കത്തിന് പ്രശ്നമുണ്ട്. വീട്ടിലെ ഞെരുക്കെ അലി കൂലിപ്പണി എടുത്തു പോയിട്ട് കൂലി കിട്ടിയിട്ടാണല്ലോ. പറഞ്ഞു, മോളെ ഇതല്ലേ നല്ലത് നിനക്ക്, കാരണം സ്വർഗസ്ത്രീകളുടെ നേതാവ് നീയല്ലേ മോളെ, സ്വർഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് നീയല്ലേ, ആ നിനക്ക് ഇവിടെ ഇങ്ങനെ പോരേ. എന്തു മനസ്സിലാക്കി നമ്മൾ? നാട്ടുകാരെന്ത് മനസ്സിലാക്കി? എന്തീ കാട്ടിക്കൂട്ടുന്നത്? അല്ലാഹു അവന്റെ കിതാബും റസൂലിന്റെ ചര്യയും മനസ്സിലാക്കി പിൻപറ്റി ജീവിച്ച് വിജയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ആ വിഷയത്തിൽ ഒന്നുമായി വീഴ്ചകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.